ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ബാബ ഭക്തന്മാരുടെയും ജീവിതത്തിൽ ബാബ വന്ന വഴി എന്ന് പറയുന്നത് പല തരത്തിലായിരിക്കും അല്ലേ. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും അവരവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. പല രീതിയിലായിരിക്കും ബാബ അവരെല്ലാം ബാബയിലേക്ക് അടുപ്പിച്ചത്. അങ്ങനെയുള്ളൊരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് നടക്കുന്നത് 1979 കേട്ടോ. അപ്പോൾ ബാബയുടെ മഹാസമാധിക്ക് ശേഷം നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മനോഹർ എന്ന് പറയുന്ന ഒരു ബാബ ഡിവോട്ടി, നോർത്ത് ഇന്ത്യയിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പതിവെന്ന് പറയുന്നത് എല്ലാ വർഷവും ഷിരഡിയിൽ പോകുമായിരുന്നു. ഷിരഡിയിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കാൽനടയായിട്ടാണ് അദ്ദേഹം ഷിരഡിയിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എപ്പോഴുമുള്ള ഒരു നേർച്ചയാണ്. എപ്പോഴൊക്കെയാണോ താൻ ഷിരഡിയിലേക്ക് പോകുന്നത് അപ്പോഴൊക്കെ കാൽനടയായിട്ടായിരിക്കും അവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളൊരു നേർച്ചയുമായി എല്ലാ വർഷവും മുടങ്ങാതെ പോകാൻ അദ്ദേഹത്തിന് ബാബ ആ ഒരു അനുഗ്രഹം നൽകിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ കാൽനടയായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ സ്ഥലത്ത് വിശ്രമിച്ചായിരിക്കും അദ്ദേഹം ഷിരഡിയിലേക്ക് എത്തുന്നത്. അങ്ങനെ പതിവ് പോലെ യാത്ര തുടങ്ങുന്നു. അദ്ദേഹം പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്ന സമയത്ത് അന്നത്തെ ദിവസം തങ്ങാനായിട്ട് അദ്ദേഹം നോക്കുമ്പോൾ അവിടെ ഒരു ആശ്രമം കാണുകയാണ്. അവിടെ അന്ന് രാത്രി താമസിക്കാമെന്ന് കരുതുന്നു. അവിടെ പോകുന്നു. അപ്പോൾ അവിടെ ഒരു ആശ്രമത്തിൽ ഒരു പൂജാരിയെ കാണുന്നുണ്ട്. അപ്പോൾ ആ പൂജാരി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്നിവിടെ വിശ്രമിക്കാം, എന്നോടൊപ്പം ഇന്നിവിടെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നാളെ രാവിലെ നിങ്ങളുടെ യാത്ര തുടങ്ങാമെന്ന് പറയുകയും അദ്ദേഹത്തിന് കഴിക്കാനുള്ള ആഹാരമൊക്കെ കൊടുക്കുകയാണ്. ശേഷം ആ പൂജാരി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എവിടെയൊക്കെയാണ് യാത്ര പോകുന്നത്, എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് മനോഹർ പറയുകയാണ്, ഞാൻ ഷിരഡിയിലേക്കുള്ള കാൽനട യാത്രയിലാണ്, എല്ലാ വർഷവും പതിവായി ഞാൻ പോകുന്നതാണ്, അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ രാത്രി ഇവിടെ വിശ്രമിക്കാമെന്ന് വിചാരിച്ചതെന്ന് പറയുന്ന സമയത്ത് ആ പൂജാരിക്ക് വല്ലാത്തൊരു സന്തോഷം, ഒരു പ്രത്യേക താല്പര്യവുമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഷിരഡിയിലേക്കാണോ യാത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് മനോഹർ ചോദിക്കുകയാണ്, ഷിരഡിയിൽ മുൻപ് പോയിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് പറയുമ്പോൾ പൂജാരി പറയുകയാണ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇതേ സമയത്ത് ഞാൻ എൻ്റെ ഈ ആശ്രമത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞ് നട അടയ്ക്കാറാകുന്ന സമയത്ത് ഇവിടെ അല്പം നല്ല വയസ്സായ ഒരു ഫക്കീർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം നിങ്ങളെപ്പോലെ എൻ്റെ അടുത്തേക്ക് വരികയും ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തോട് രാത്രി ഒരുപാട് വൈകിയതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറയുന്ന സമയത്ത് അദ്ദേഹം അതിന് വിസമ്മതിക്കുകയും ഒടുവിൽ എൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം ഒരു ഗ്ലാസ് പാല് മാത്രം എന്നോട് വാങ്ങി കുടിക്കുകയും ചെയ്തിരുന്നു. ശേഷം കുറേ സമയം എന്നോട് സംസാരിക്കുകയും എൻ്റെ പേരടക്കം എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെപ്പോലെ എന്നോട് ചോദിക്കുകയും ചെയ്തു. എങ്ങനെയാണ് എന്നെ പരിചയം എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഗുരു അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എന്ന് പറയുകയും അധികം വൈകാതെ അദ്ദേഹം പോകാൻ ഒരുങ്ങുകയും ചെയ്തു. പക്ഷെ പോകുന്ന സമയത്ത് ആ ഫക്കീർ ഒരു കാവി വസ്ത്രത്തിൽ എന്തോ പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിട്ട് അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞ് മടങ്ങുകയും ചെയ്തു ആശ്രമത്തിൽ നിന്നും. അപ്പോൾ ഞാൻ അദ്ദേഹം ഒരു 3 സ്റ്റെപ്പ് ഇറങ്ങുന്നത് വരയ്ക്കും അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അദ്ദേഹം പോകുന്നത്. പക്ഷേ പെട്ടെന്ന് എങ്ങോട്ടാണ് അദ്ദേഹം പോയതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു സംശയം വരികയും എന്തായിരിക്കാം എൻ്റെ കയ്യിൽ തന്നത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് അതിനകത്ത് ഒരു പുസ്തകമായിരുന്നു ഉണ്ടായിരുന്നത്. പുസ്തകത്തിൻ്റെ പേര് സായി സച്ചരിത്ര എന്നായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പുസ്തകത്തിൽ ബാബയുടെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് എന്താണെന്നോ എന്തിനാണ് എൻ്റെ കയ്യിൽ ഇത് എത്തിച്ചതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഈ ഒരു ആശ്രമത്തിൽ വരുന്ന എല്ലാവരോടും ഷിരഡിയിലെ ഈ ഒരു ബുക്ക് കാണിക്കുകയും ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരേ ഒരാൾ മാത്രം ആ ബുക്ക് തിരിച്ചറിയുകയും ഇത് ഷിരഡിയിൽ സായിബാബ എന്നൊരു മഹാസദ്ഗുരു ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുമൊക്കെയുള്ള വിവരങ്ങൾ എനിക്ക് നൽകുകയും അതിലൂടെയാണ് ഞാൻ സായിബാബയെ അറിയുന്നത്. പക്ഷേ എനിക്ക് ഷിരഡിയിലെ സായിബാബയെക്കുറിച്ച് മാത്രം, ഷിരഡിയിലാണ് ബാബ എന്ന് മാത്രവും ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിരുന്ന മഹാനാണെന്നും മാത്രമേ എനിക്ക് അറിവുള്ളൂ. എങ്ങനെയാണ് ഷിരഡിയിൽ എത്തേണ്ടതെന്നോ എന്താണ് അവിടുത്തെ രീതികളെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഷിരഡിയിലേക്ക് പോകുന്ന ഒരാളെ കാണുന്നത്. ആ സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇങ്ങനെയാണ് എന്താണ് ഷിരഡിയിലെ കാര്യങ്ങളെന്ന്. അപ്പോൾ ഇത് കേട്ട സമയത്ത് മനോഹർ പറയുകയാണ്, നിങ്ങൾ ഇത്രയുമൊക്കെ പറയുന്ന സമയത്തും ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എത്രയോ തവണ ഷിരഡിയിൽ പോയിരിക്കുന്നു, ബാബയെ കണ്ടിരിക്കുന്നു, എൻ്റെ ഒരു വർഷവും എൻ്റെ യാത്ര മുടങ്ങിയിട്ടില്ല. പക്ഷേ
അതിലൊക്കെ എനിക്ക് ഷിർഡിയിൽ പോകാൻ ലഭിച്ച ആ ഭാഗ്യത്തിനും മുടങ്ങാതെ പോകാൻ കിട്ടുന്ന ആ ഭാഗ്യത്തിനുമൊക്കെ ഉപരി എത്രയോ ഭാഗ്യവാനാണ് താങ്കൾ. കാരണം ഏതോ ഒരു രൂപത്തിൽ ബാബ നിങ്ങളെ വന്ന് കണ്ടിരിക്കുന്നു. ബാബയുടെ ആ പുണ്യമായ ആ ഒരു പുസ്തകം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതുവഴി ബാബ നിങ്ങളെ അറിയിക്കുകയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ ഒരു ഭക്തനായി കണക്കാക്കിയിരിക്കുന്നു എന്ന് നിങ്ങളെ നേരിട്ട് ബാബ അറിയിക്കുന്നു. അതിൽ പരം ഒരു ഭാഗ്യം എന്താണ് കിട്ടേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം ബാബ തന്നെ ബാബയുടെ മഹാസമാധിക്ക് ശേഷവും ബാബയുടെ സാന്നിധ്യം നേരിൽ അറിയിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ പരം ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കാനില്ലെന്നും ഷിർഡിയിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നും അവിടുത്തെ രീതികൾ എന്തൊക്കെയാണെന്നും ഒക്കെ എല്ലാ കാര്യങ്ങളും മനോഹർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാനും വളരെ താമസിക്കാതെ വളരെ വൈകാതെ തന്നെ ഷിർഡിയിലേക്ക് ഉറപ്പായും പോയി ബാബയുടെ സമാധി മന്ദിരം ദർശിക്കുമെന്നും പറയുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ബാബ ചിലപ്പോൾ പല രൂപങ്ങളിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സഹായം വേണ്ട സമയത്ത് ഒരു മനുഷ്യരൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ പല ജീവജാലങ്ങളിലൂടെയൊക്കെ ബാബ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം അല്ലേ, പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ടാകാം. പക്ഷേ നമ്മൾ അപ്പോൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതൊക്കെ ബാബയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയം നമുക്കുണ്ടാകും. ബാബ തന്നെ നമുക്ക് അറിയിച്ചു തരും അത് ഞാനായിരുന്നു എന്നുള്ള ഒരു സത്യം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും ബാബയിൽ അർപ്പിച്ച്, നമ്മളുടെ ചിന്തകൾ പോലും ബാബയിൽ അർപ്പിച്ച്, നമ്മൾ സർവ്വവും ബാബയിൽ അർപ്പിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മളും ബാബയിൽ ശരണാഗതി പ്രാപിക്കും. അങ്ങനെയുള്ള സമയം നമുക്കും ഇതുപോലെ പല രൂപങ്ങളിൽ ബാബയെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പല സംഭവങ്ങൾ, പല അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തേടിയെത്തും. നമുക്കും ഇതുപോലെ ഒരുപാട് പറയാനുമുണ്ടാകും. ബാബ നമ്മുടെ ജീവിതത്തിൽ നൽകിയ ആ ഒരു വലിയ വലിയ സന്തോഷ നിമിഷങ്ങളും വലിയ വലിയ അത്ഭുതങ്ങളും ഒക്കെ നമുക്കും പറയാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായ ഭക്തി കൊണ്ട് നമ്മൾ ബാബയിൽ സർവസ്വ ശരണാഗതി പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മുടെ ദുരിതങ്ങളടക്കം ബാബ നമുക്ക് വേണ്ടി ചുമക്കും എന്നുള്ളതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കഥ കേൾക്കാൻ സാധിച്ച, ഈ ഒരു സംഭവം കേൾക്കാൻ സാധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.